അർജുന്റെ ഫാമിലി വന്ന സമയത്ത് അമ്മയും സിസ്റ്ററും അർജുന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് പീപ്പിൾസ് റൂമിൽ ഇരുന്നിട്ട്. ആ സമയത്ത് ജിൻഡോ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോനെ സിസ്റ്റർ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് വായോ വായോ എന്ന് പറഞ്ഞ് വിളിച്ച് ജിൻഡോന്റെ അടുത്തിരുന്ന് സംസാരിക്കാണ്. ജിൻഡോ അമ്മയുടെയും സിസ്റ്ററിന്റെയും നടുക്കിരുന്ന് ഒരു ഫോട്ടോയ്ക്ക് ഇരുന്ന് നോക്കി സംസാരിക്കാണ്. അപ്പൊ ജിൻഡപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജിൻഡോന്റെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ചുരുണ്ട മുടി കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു എന്റെ കയ്യിൽ ഈ മോതിരിട്ട ഒരാളുണ്ട്, അമേരിക്കയിലാണ്, ആളെങ്ങാനാണോ ഇനി വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അങ്ങനെ അവരോട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് നന്ദന കയറി വരുന്നത് ക്യാപ്റ്റനായിട്ട്. നന്ദനയ്ക്ക് ക്യാപ്റ്റൻസി ഒക്കെ ഓക്കെയാണ്, പക്ഷെ നന്ദന ചില സമയത്ത് ഭയങ്കര ഓവർ ആവുന്നുണ്ട്. നന്ദന ക്യാപ്റ്റൻ ആണ് എന്നുള്ള അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. നന്ദന വന്ന് ജിൻഡോ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് 2 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറയുന്നുണ്ട്. അവരടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരി, 2 മിനിറ്റ് കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവല്ല, നിങ്ങൾ വന്നേ, നിങ്ങളുടെ ഡ്രസ്സ് അവിടെ താഴെ വീണെടുക്കുന്നു, അതെടുത്ത് മാറ്റി അവർക്ക് അവിടെ അടിച്ചു വരണം, തുടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജിൻഡോ വരുന്നത് വരെ ഒരു സ്വൈര്യം കൊടുക്കാതെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് ജിൻഡോനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ബോറായിട്ട് തോന്നി. ഒരു ഫാമിലി വന്നിരിക്കുന്ന സമയത്ത് അവിടെ സംസാരിക്കാനായിട്ട് അവര് പിടിച്ചിരുത്തിയതാണ്. അവിടെ സംസാരിക്കുന്ന സമയത്ത് നന്ദന വന്നിട്ട് ഭയങ്കര ഓവറായിട്ട്, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ചില അധികാരങ്ങളൊക്കെ ആവാം, പക്ഷെ ഇത് ഭയങ്കര ഓവറാണ്, വലിയ സംഭവമാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്തത്. അവിടെ ഇരുന്ന് മര്യാദ രീതിയിൽ ഇരിക്കുന്ന ആ ഒരു ഫാമിലിയുടെ ഇടയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാളെ അപമര്യാദയായിട്ട് വിളിച്ച് കൊണ്ടുപോവുക, ഭയങ്കര മോശമായിട്ട് അവിടെ കാണിക്കുക എന്നുള്ളത് ഭയങ്കര മോശമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അവിടെ ജിൻഡോനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന് അവരുടെ അടുത്ത് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ എന്തോ ഇഷ്ടപ്പെടാത്ത മാതിരി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്.